ഹലോ ഗെയ്സ്, ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്ന സംഭവം അധ്യായം എന്നുള്ള സിനിമ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അസ്കർ അലിയുടെ സിനിമ. ജിത്തു സതീശൻ മംഗലത്താണ് ഇതിന്റെ റൈറ്റർ ഡയറക്ടർ. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതേ ജിത്തു സതീശന്റെ തന്നെ സംഭവം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവരോടാണ് എന്താണോ ആ ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി അത് തന്നെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. ഇന്റർവെൽ വരെ വേറെ ഒരു വ്യത്യാസമില്ല, സെയിം സ്റ്റോറി തന്നെയാണ്. പെർഫോം ചെയ്തേക്കുന്ന ആളുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ സിനിമയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എനിക്ക് സ്റ്റോറി അറിയാമായിരുന്നു, എന്നിട്ടും എൻഗേജിങ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. അതിപ്പം പെർഫോമൻസ് ഓറിയന്റഡ്, ഇപ്പം നമ്മൾ അസ്കർ അലി അടക്കമുള്ള പെർഫോമൻസ് ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ടോട്ടാലിറ്റി, ഇപ്പൊ അതിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ആ സ്കോർ നോക്കിയാലും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. ലൂപ്പ്, അതേപോലെ തന്നെ ടൈം ട്രാവൽ, ആ ഒരു ജോണറാണ് ഈ സിനിമ ടോട്ടലി. അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഇത് കുറച്ചുകൂടെ വർക്ക് ആവുക. അതല്ലാണ്ട് സ്ഥിരം സിനിമ, അതായത് കോമഡി ആയിട്ടുള്ള സ്ഥിരം ഫീൽ ഗുഡ് പരിപാടി, അങ്ങനെയുള്ള സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആളുകൾക്കൊന്നും ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സിനിമകൾ തെരഞ്ഞു പിടിച്ച് കാണുന്നവർക്കും, അതല്ലെങ്കിൽ ഈ ലൂപ്പ്, ഈ പറഞ്ഞ ടൈം ട്രാവൽ, അതൊക്കെ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും വർക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ തന്നെ കണ്ടപ്പോൾ അത് വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം.